വിശുദ്ധ രക്ത സാക്ഷികളെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധരാം സകലരുമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ക്രിസ്തുരാജ കേൾക്കണമേ, കനിവാറിവരെ കേൾക്കണമേ. സകല വിശുദ്ധരെ, കാവൽ മലാഖമാരെ, കാവൽ ദൂതരെ, സകല വിശുദ്ധരോട് ചേർന്ന് പരിശുദ്ധ ദൈവമാതാവിനോട് ചേർന്ന് രക്ഷകനായ ഈശോയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ രക്ഷകനായ ഈശോയെ, ആകാശത്തിന് ഭൂമിക്ക് മധ്യ ഏക മധ്യസ്ഥനായ രക്ഷകനായ ഈശോയെ, പരിശുദ്ധ ദൈവമാതാവ് വഴി, വിശുദ്ധർ വഴി, പരിശുദ്ധ ദൈവമാതാവ് വഴി ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ അപ്പൻ്റെ സന്നദ്ധയിൽ സമർപ്പിച്ച്, ആബപിതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് അവിടുന്ന് അനുഗ്രഹങ്ങൾ മേടിച്ചു തരുന്ന നല്ല ഈശോയെ, ഞങ്ങളേക്ക് നന്ദി പറയുന്നു. കഷ്ടപ്പെടുന്ന മക്കളുണ്ട്, കഷ്ടപ്പാടിലായിരിക്കുന്ന മക്കളുണ്ട്. ഇന്ന് ഒരുപാട് മക്കൾ വിളിച്ച് പറഞ്ഞു കഷ്ടത, തകർന്ന ജീവിതം, വീടില്ലാതിരുന്ന് വീട് വാങ്ങിയതിന് ആനന്ദം, അങ്ങനെ പലതരത്തിലുള്ള നിയോഗങ്ങളും പലതരത്തിലുള്ള വേദനകളും സന്തോഷങ്ങളും എല്ലാം ഇന്ന് കേൾക്കുവാൻ അങ്ങയുടെ നാമത്തിൽ ഇടവന്നു. നന്ദി പറയുന്നു ഈശോയെ. മക്കളെ, നിങ്ങൾ ഈ നിയോഗ പ്രാർത്ഥനകൾ, 43 ദിവസത്തെ നിയോഗ പ്രാർത്ഥനകൾ എത്ര വിശ്വാസത്തോടെയാണ്, എത്ര മനോഹരമായിട്ടാണ്, എത്ര തീഷ്ണതയോടെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. കാരണം ഒരുപാട് മക്കളുടെ സാക്ഷ്യങ്ങൾ വിളിച്ചു പറയുന്നു. ചിലരോട് പറയും, എന്നോട് പറയും, പക്ഷേ വോയിസ് ഇടുന്നില്ല. എന്നാലും കുറച്ച് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. കുറേ പേര് അവിടെ നേരിട്ട് വന്ന് പറയാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സ്നേഹമുള്ളവരെ, ഒരു നല്ലൊരു റിസൾട്ടാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം വേറൊന്നുമല്ല. നിങ്ങളും പ്രാർത്ഥിക്കുക. ഈ നിയോഗങ്ങൾ നിങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് അയച്ചു കൊടുത്തിട്ട് 43 ദിവസത്തെ നിയോഗ പ്രാർത്ഥന നിങ്ങൾ അവർ നടത്താൻ പറയുക. അവരോട് ഈ യൂട്യൂബ് ലിങ്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അപ്പോൾ ഓൾറെഡി അവർക്ക് എല്ലാ ദിവസവും ഈ പ്രാർത്ഥന ചെല്ലുകയും ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ അങ്ങോട്ട് അയച്ചു കൊടുക്കുക. നിങ്ങൾ ദൈവാനുഗ്രഹമാണ്. നിങ്ങൾക്കറിയാമോ, വലിയ പവറോസാകുന്ന ദൈവത്തിൻ്റെ കൃപ സബ്സ്റ്റേഷനായ ചെറിയ സബ്സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു. അവിടുന്ന് ട്രാൻസ്ഫോമറിലേക്ക് ചെല്ലുന്നു. അവിടുന്ന് ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ചെല്ലുന്നു. ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിലേക്ക് എത്തുന്നു. ഒരുപക്ഷെ നീ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോമർ ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു സബ്സ്റ്റേഷനായിരിക്കാം, അതല്ലെങ്കിൽ ഏറ്റവും പവർ. അപ്പോൾ സർവശക്തനായ ദൈവം അവിടുന്ന് രൂപതകൾ വഴി, മെത്രാമാർ വഴി, ഇലക്ട്രിക് പോസ്റ്റാകുന്ന ഇടവക വൈദികരിലൂടെ കർത്താവിൻ്റെ കൃപ നമ്മളിലേക്ക് എത്തുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ സഭയോട് ചേർന്ന്, കത്തോലിക്ക സഭയോട് ചേർന്ന്, സകല വിശുദ്ധരോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, വിശുദ്ധരുടെ പ്രാർത്ഥന നമ്മളെപ്പോഴും ആവശ്യപ്പെടുന്നതും അവരോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ വളരെ നല്ലതാണ്. വിശുദ്ധരുടെ മാധ്യസ്ഥം നിങ്ങൾ തേടി നോക്കുക. ഇല്ലെങ്കിൽ നല്ലതാണത്, നമ്മളെ സഹായിക്കും. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, അവിടുന്ന് എഴുന്നള്ളി വരണമേ. കർത്താവേ, എഴുന്നള്ളി വരണമേ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ 15-ാം തിരുവചനത്തിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: പരിശുദ്ധ ദൈവമാതാവ് പിശാചിൻ്റെ, നരകസർപ്പത്തിൻ്റെ തല തകർക്കാൻ കഴിവുള്ളവളാണെന്ന് കർത്താവെ അങ്ങ് എഴുതിയിട്ടുണ്ടല്ലോ. കർത്താവെ, അങ്ങയുടെ വചനം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: കർത്താവായ ഈശോയെ, എഴുന്നള്ളി വരണമേ. കർത്താവെ, ഞങ്ങൾക്ക് നേരെ പ്രവർത്തിക്കുന്ന എല്ലാ തിന്മയുടെ ബന്ധനങ്ങളും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നരകസർപ്പത്തിൻ്റെ തല തകർക്കാൻ കഴിവുള്ളവളായ പരിശുദ്ധ ദൈവമാതാവേ, അങ്ങ് ഏറ്റവും വലിയ ഒരു പോരാളിയാണ്. സാത്താൻ്റെ മുൻപിൽ അന്ന് നിരന്നു നിൽക്കുന്ന സൈന്യങ്ങളൊക്കെക്കായും എത്രയോ ശക്തിയാണ് മാതാവിൻ്റെ സൈന്യങ്ങളോട് ചേർന്ന്. ഇത് പറയുമ്പോൾ മേലാകെ കുളർന്നു കയറിയാണ് മക്കളെ. ബെഥേൽ മാതാവേ, പരിശുദ്ധ ദൈവമാതാവേ, പരിശുദ്ധ ദൈവമാതാവ് മാതാവ് വഴി ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അതെപ്പം നടന്നു കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. ബെഥേൽ മാതാവ് മിട്ടിക്കുകയാണ്. ഏത് തിന്മയുടെ ബന്ധനങ്ങളെ തകർക്കാൻ കഴിവുള്ളവളാണ്.
നരകസർപ്പത്തിൻ്റെ തല തകർക്കാൻ കഴിവുള്ളവളായ പരിശുദ്ധ ദൈവമാതാവ് വഴി നമ്മുടെ നിയോഗങ്ങൾ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. അവിടെ നിന്ന് നല്ലവളാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ. കർത്താവേ, കടഭാരത്താൽ വേദനിക്കുന്ന മക്കളുണ്ട്, അവരെ അനുഗ്രഹിക്കണമേ. കർത്താവെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, മാതാവിൻ്റെ കപ്പോള ഗ്രോട്ട പണിയുവാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും, സാമ്പത്തിക സഹായം ചെയ്തിട്ടുള്ള മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ യേശുവേ, ഈ 2-ാം തീയതി നടക്കാൻ പോകുന്ന ഫെബ്രുവരി 2 മൺഡേ ധ്യാനത്തിലേക്ക് അനേകം മക്കളെ അങ്ങ് കൊണ്ടുവരണമേ. മക്കളെ നിങ്ങൾ വിളിച്ചു കൊണ്ടുവരിക വൺഡേ ധ്യാനത്തിന്. തീർച്ചയായിട്ടും ഒരു ഫ്രീ ആയിട്ടാണ് ഭക്ഷണം അടക്കം നമുക്ക് ഒരു വൺഡേ ധ്യാനം ദൈവം തരുന്നത്. താമസിച്ചുള്ള ധ്യാനം 13-ാം തീയതി. അതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ, അതിനും ആളുകൾ പറഞ്ഞു വിടണമേ. കർത്താവേ, നിനക്ക് വേണ്ടി ഒരു പ്ലാവിൻ്റെ ഇല, ഒരു കടലാസ് എടുത്ത് കളയുമ്പോൾ കർത്താവേ, അതൊരു അനുഗ്രഹമാണല്ലോ. ഒരു മകനോട് അല്ലെ ഒരു മകളോട് അവരുടെ കൂടെ ധ്യാനത്തിൽ വരാനും അല്ലെ ഇത് വിളിച്ചുകൊണ്ട് വരുമ്പോൾ, എൻ്റെ മക്കളെ, നിങ്ങൾക്ക് എത്രമാത്രം അനുഗ്രഹമാണ് സ്വർഗത്തിൽ നിന്ന് നിനക്ക് ലഭിക്കുന്നത്, നിന്റെ കുടുംബത്തിന് ലഭിക്കുന്നത്. ഹല്ലേലൂയ. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ, സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ, സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. അനുഗ്രഹിക്കണേ, അനുഗ്രഹിക്കണേ, അനുഗ്രഹിക്കണമേ. കർത്താവായ ഈശോയെ, മക്കൾ പഠിക്കുന്നില്ല, കുഞ്ഞുങ്ങൾ പഠിക്കുന്നില്ല. ആ പഠിക്കാത്ത മക്കൾക്ക് നന്നായി പഠിക്കാൻ വേണ്ടി, പ്രാർത്ഥനയിൽ വളരാൻ വേണ്ടി മാതാവ് വഴി ഈശോയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഈശോയെ, പരീക്ഷ വരാൻ പോകുന്ന മക്കളുണ്ട്, അവരുടെ പരീക്ഷകൾ വൻവിജയമാകട്ടെ. ഞങ്ങളുടെ ധ്യാനകേന്ദ്രത്തിൻ്റെ വർക്കുകൾ ഇനിയും തീരാനുണ്ട്, അതെല്ലാം തീർത്തരും നന്ദി പറയുന്നു. കർത്താവായ യേശുവേ, അങ്ങയുടെ ആ ശക്തി പരിശുദ്ധ അമ്മ വഴി, യേശുവിൻ്റെ ശക്തി ഓരോ ഭവനങ്ങളിലേക്കും, ഓരോ സ്ഥാപനങ്ങളിലേക്കും, ഓരോ കൃഷിയിടങ്ങളിലേക്കും ചെല്ലട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ അതുവഴി ഇടവരുത്തണമേ. കർത്താവേ ദൈവമേ, ഞങ്ങൾ നടത്താൻ പോകുന്ന കൺവെൻഷനുകൾ, ഞങ്ങൾ നടത്താൻ പോകുന്ന താമസമുള്ള ധ്യാനം, വൺഡേ ധ്യാനങ്ങളെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇപ്പോൾ ഈ 2 നിയോഗങ്ങൾ, ഇവരെ 2 കാര്യങ്ങൾ സമർപ്പിച്ച ആ 2 കാര്യങ്ങൾ നടത്തി കൊടുക്കണമേ. കർത്താവേ, ബെഥേൽ മാതാവിൻ്റെ ടീമിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രേക്ഷിത മക്കളെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, അവരിലൂടെ അനേകം മക്കൾ ദൈവത്തിലേക്ക് എത്തട്ടെ. കഴിഞ്ഞ ധ്യാനം കൂടി പോയ മക്കളിലൂടെ എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നഴ്സിങ്ങിന് പഠിക്കുന്നവരും പഠിപ്പിക്കാൻ കാശില്ലാതെ വേദനിക്കുന്നവരൊക്കെ ഉണ്ട്, അവരൊക്കെ അനുഗ്രഹിക്കണമേ. കർത്താവേ ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം, ദൈവമേ ആരാധന. കർത്താവേ നന്ദി. സ്തുതിക്കും മക്കളെ, സ്വരം ഉയർത്തി, കരം ഉയർത്തി സ്തുതിക്കും മക്കളെ. അത് സാഹചര്യം അനുസരിച്ച് ദൈവത്തെ സ്തുതിക്കും മക്കളെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. യേശുവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവേ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ കർത്താവേ, ഫെബ്രുവരി 2 ഫെബ്രുവരി 13 അനേകം മക്കൾ വരട്ടെ. കർത്താവേ, ധ്യാനം വൻ വിജയമാകട്ടെ. കർത്താവേ, ഇത്രത്തോളം ഞങ്ങളുടെ മാതാവിൻ്റെ കപ്പള ഇതുവരെ പണിത് തന്നതിനോട് നന്ദി പറയുന്നു. ഇനിയും പണി തീർത്ത് തരുന്നതിനോട് നന്ദി പറയുന്നു. കർത്താവേ യേശുവേ നന്ദി, 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 നന്ദി. സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് നമ്മുടെ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റിയതോടെ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചോളമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദുരത്തെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. അമ്മേ, നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവം നിങ്ങളെ എല്ലാവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ. ആമേൻ.